നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അതുപോലെ തന്നെ അവർ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം. ആ ഒരു കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് കൂടുതൽ പേരും നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ്റെ യാതൊരു ഫീലിങ്സും അവർ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം അവർ ഒരുപാട് ആക്റ്റീവായിട്ട് കാണപ്പെടുന്നു. മേ ബി അത് അവർ നിങ്ങളുടെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം. തീർച്ചയായിട്ടും അവരുടെ ഡീപ്പ് ഫീലിങ്സ് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അവർക്ക് എപ്പോഴും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ഏതൊരു സമയത്തും അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മനസ്സാലെ എപ്പോഴും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി അത് നിങ്ങളുടെ മുന്നിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഫീൽ ഉണ്ടാവാണ്. അവർക്ക് ഈ ഒരു മിസ് ഫീൽ, ഈ ഒരു സെപ്പറേഷനിൽ അവർക്കൊരു വേദനയോ അവർക്കൊരു മിസ് ഫീലോ ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങളെപ്പോഴും ഡൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളുടെ മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം, ഈ ഒരു സെപ്പറേഷൻ മാറണം എന്ന് അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ ഒരു ലക്ഷ്യം, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. മേ ബി അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നത് നിങ്ങളെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉള്ളതാണ്. ദ ലവേഴ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ പേർക്കും ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് മേ ബി അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഇല്ലാത്തത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു അല്പം പോലും അവരുടെ മനസ്സിൽ നിന്നും കുറവുണ്ടായിട്ടില്ല. അത്രമാത്രം. അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം, അതായത് നിങ്ങൾക്ക് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹത്തിന് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്നവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ച് ഉള്ളൊരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അവരുടെ ലൈഫിൽ അവർക്കുള്ളത്. ഓക്കെ. നിങ്ങളോട് പോലും എക്സ്പ്രസ് ചെയ്യാത്ത, മേ ബി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നത് വളരെ വളരെ കുറച്ച് സ്നേഹമാണ്. അതിനേക്കാൾ ഏറെ ഒരുപാട് സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. വളരെ ജെനുവിനായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഓക്കെ. യെസ്, അവർ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. മേ ബി ഈ സിറ്റുവേഷനിൽ അവർ ഒരുപാട് സൈലൻ്റ് ആയിട്ടുണ്ടായിരിക്കാം. അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ലായിരിക്കാം. പക്ഷേ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അത്രയധികം നെഗറ്റീവായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം. അവർക്ക് ഒരുപാട് ട്രബിൾസ് അവരുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് അവർക്കുള്ള ആ ഒരു സഫറിങ്സ് നിങ്ങൾ മനസ്സിലാക്കുക.
അവരെന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഓക്കെ. യെസ്. അവര് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് ലക്ഷ്യങ്ങളുള്ളൊരു വ്യക്തിയാണ്. ആ ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളത് അവരുടെ ലൈഫിൽ ഒരു ചലഞ്ചായിട്ട് ഇപ്പോൾ ഒരു എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഇൻഡ്യൂഷണലി തോന്നുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മേ ബി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ആ വ്യക്തിക്ക് ഒരുപാട് കുറവുകളുള്ളൊരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കാം. ആ ഒരു ആഗ്രഹം അവർ നേടിയെടുക്കണം എന്നുള്ളതാണ് അവർക്കിപ്പോൾ ഇൻഡ്യൂഷണലി തോന്നുന്ന ഒരു കാര്യം. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഓക്കെ. യെസ്. പ്രൊപ്പോസിങ് നമുക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എത്രമാത്രം പെയിനാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു ടോട്ടൽ ചേഞ്ച് ആണ് ഇവിടെ വരുന്നത്. രണ്ടുപേരുടെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് തീർച്ചയായിട്ടും ഒരു മാരേജിലേക്ക് എത്താനുള്ള ഒരു ബ്രേക്ക് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർ ഇനി നിങ്ങളിലേക്ക് പ്രപ്പോസ് ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാനും ഒരു മാരീഡ് ലൈഫിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ. ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണുള്ളത്. ഓക്കെ. ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ. അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ. ഓക്കെ. അവരോട് ക്ഷമിക്കും എന്ന് അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ വോണ്ട് യു ടു ബി ഹാപ്പി. എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നാൽ കൂടിയും നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെയും സന്തോഷം എന്ന് ആ വ്യക്തി കരുതുന്ന ഒരു വ്യക്തിയാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കണം. Then I lost my true love. ഓക്കെ. ഇപ്പോൾ ഈ സെപ്പറേഷനിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു ചിന്തയാണ്. അവരുടെ യഥാർത്ഥ സ്നേഹം അവരിൽ നിന്ന് നഷ്ടമായി, നിങ്ങളെ അവർക്ക് നഷ്ടമായി എന്നുള്ളൊരു ഫീലാണ് ഈ ഒരു സമയത്ത് അവർക്കുള്ളത്.